ഒരുത്തൻ പറ്റിച്ചാലും നീ അറിഞ്ഞുകൊണ്ട് കൊടുത്താലും നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പൈസ അത് നിന്റെ ഇരിക്കേണ്ട പൈസ അല്ല. പോയോണ്ട് നിനക്ക് നന്മയെ വരൂ. അത് നിന്റെ ഇരുന്നാ നിനക്ക് ഉപദ്രവം. പോട്ടെ, അതവൻ പറ്റിച്ചോണ്ട് പോയാൽ അവനും നന്ദി പറ, ദൈവത്തിനും നന്ദി പറ. ആരുടെയെങ്കിലും ആ 5 പൈസ ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് മനപ്രയാസപ്പെടരുത്. നിങ്ങളുടെ കയ്യിൽ ഇരിക്കേണ്ട കാശല്ലത്. ആ കാശിനകത്ത് ക്യാൻസർ കാണും, ആ കാശിനകത്ത് എയ്ഡ്സ് കാണും, ചിലപ്പോൾ ആ കാശിനകത്ത് ഭയങ്കര ദുരിതവും ദുഃഖവും പീഡകളും ചിലപ്പോൾ കാണും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അത് ഇരിക്കണ്ട, അത് പോട്ടെ. അർഹതയില്ലാത്ത പണം നമ്മളെ ഒടുവിൽ എത്തിക്കുന്നത് ഒരു മുഴം കയറിലായിരിക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു.